വന്നേക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കോന്നിയിലുള്ള എക്കോ ടൂറിസത്തിലേക്കാണ്. ഇവിടെ ധാരാളം ആനകളുമുണ്ട്. അതുകൊണ്ട് ആന സങ്കേതം എന്നും അറിയപ്പെടും. തിരുവല്ലയിൽ നിന്ന് ഏകദേശം ഒരു 35 to 40 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഈ കോന്നിയിലെ ആന സങ്കേതത്തിലേക്ക്. കാറ് നമ്മൾ പാർക്കിംഗ് യാർഡിലിട്ടു. ഇനി എൻട്രൻസിൽ പോയി നമ്മുടെ എൻട്രി ടിക്കറ്റ് എടുക്കാം. അഡൽട്ട്സിന് 50 രൂപയും പിള്ളേർക്ക് 20 രൂപയും കാറിന് ഒന്നിന് 30 രൂപയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീ. നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ആനക്കൂടാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലേ ഏരിയയുണ്ട്. ഇതാണ് എലിഫന്റ് മ്യൂസിയം. അപ്പോൾ ആനയുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് നമുക്ക് ഇവിടുന്ന് അറിയാവുന്നതാണ്. ആനയുടെ സ്കെൽട്ടൻ തൊട്ട് ആനയുടെ തോട്ടി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ആനയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാം. ഫാമിലിയായിട്ടൊക്കെ വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇവിടെ മിൽമയുടെ കൗണ്ടർ അവൈലബിൾ ആണ്. എലിഫന്റ് മ്യൂസിയം കണ്ടു വരുമ്പം നേരെ വരുന്നത് എലിഫന്റ് ആർട്ട് ഗാലറിയിലേക്കാണ്. ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇവ എന്ന ആനയാണിത്. അപ്പം ഇവരെ എവിടുന്നാണ് പിടിച്ചുകൊണ്ട് വന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ ബോഡി തന്നെ അവൈലബിൾ ആണ്. ഇതാണ് പ്രിയദർശിനി എന്ന് പറഞ്ഞ ആന, 40 വയസ്സ്. മീന എന്ന് പറഞ്ഞ ആനയെ കാണാം, 33 വയസ്സെന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നീലകണ്ഠൻ, 27 വയസ്സ്. കൃഷ്ണ എന്ന് പറഞ്ഞ ആനയാണ് 11 വയസ്സ്. 2 വയസ്സുള്ള കൊച്ചയ്യപ്പനാണ് ഇവിടുത്തെ ഏറ്റവും ജൂനിയർ. പുള്ളിയെ കാണാനാണ് ഏറ്റവും കൂടുതൽ തിരക്കും. ഇവനാണ് ഇവിടുത്തെ കുട്ടിയാന.
റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചപ്പുള്ള ഒരു ഏരിയ ആണിത്. നല്ല തണുപ്പും ശാന്തമായ ഒരു ഏരിയ. ആനക്കൂട്. ഇതാണ് ഇവിടുത്തെ ആനയൂട്ട് ഏരിയ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു അവധി ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പത്തനംതിട്ടയിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ കോന്നിയിലുള്ള എക്കോ ടൂറിസം.